ഞാനല്ല, അവരെ എന്നെ പിടിച്ചു തള്ളിയത്. എന്തിനഹങ്കാരം നീ കാണിച്ചേ? DKക്ക് ഇവളെ കാണുന്നതേ ഇഷ്ടമല്ല. പിന്നെ എന്തിനാ ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നത്? DK കുറ്റക്കാരനാക്കിയ ഇവളെ ഇവിടെ താമസിക്കാൻ അനുവദിക്കരുത്. പിടിച്ചു പുറത്താക്കണം. ഈ ചടങ്ങ് നടത്തിയാ പിന്നെ ഇവളെ ഇവിടുന്ന് പുറത്താക്കാൻ DKക്ക് കഴിയില്ല. സ്റ്റോപ്പ് ഇറ്റ്. ജ്യോതിയെ തൽക്കാലം ഇവിടുന്ന് പുറത്തേക്ക് പറഞ്ഞുവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ DK എന്താ ഇങ്ങനെ വാക്ക് മാറ്റുന്നത്? എന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ, അത് ഞാൻ തെറ്റിക്കില്ല. ജ്യോതി നക്ഷത്രം എനിക്കൊന്ന് പറഞ്ഞ DK ആണോ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? ഈശ്വര, എന്തൊരു മറിമായം. DK, നേരത്തെ നിങ്ങൾ പറഞ്ഞ വാക്ക് മാറ്റുകയാണോ? അല്ല, ഞാൻ പറഞ്ഞതും അമ്മ പറഞ്ഞതും നിങ്ങൾ ശരിക്കും കേട്ടില്ല. എത്ര നാൾ ജ്യോതിയോടെ താമസിക്കുന്നോ അത്രയും നാൾ വരെ ഈ വീടിനും എന്റെ അമ്മയ്ക്കും ഇവൾ മരുമകൾ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അമ്മായിയമ്മയും. അത് മാത്രമല്ല, സ്വന്തം തെറ്റ് തിരുത്തി സ്വയം ഇറങ്ങിപ്പോകുന്ന ദിവസം വരെ ഇവൾ ഇവിടെ തന്നെ താമസിക്കും. പക്ഷേ എന്റെ ജീവിതത്തിൽ മാത്രം ഇവൾക്ക് ഒരു സ്ഥാനം ഉണ്ടായിരിക്കില്ല. അതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. DK, ഇവള് ചതിച്ചു നേടിയ ഈ താലി DK അംഗീകരിക്കുന്നുണ്ടോ? ഇവളെ ഭാര്യയായി സ്വീകരിക്കുന്നെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമില്ല. പക്ഷെ ഒരു കാര്യം, ഈ വിവാഹവും പരസ്പരമുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ രണ്ടുപേരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്കിതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. DKക്ക് ഒരു കൂട്ട് വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞങ്ങളെ മരുമക്കളാണ്. എന്ന് കരുതി ഒരു പെണ്ണിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എന്ത് അധികാരം? ഞാനുമായുള്ള കരാർ തീരുന്ന സമയം വരെ ജ്യോതി ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം. ഈ പെരുങ്കള്ളിക്ക് വേണ്ടിയാ DK ഞങ്ങളോട് ഇറങ്ങി പോകാൻ പറയുന്നത്. ആരോപണങ്ങൾ എന്തായാലും നിയമത്തിന്റെ മുന്നിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ദിവസം വരെ ജ്യോതി എന്റെ ഭാര്യയാണ്. ഈശ്വര, എന്തായി സംഭവിക്കുന്നത്? ഇയാൾക്ക് ശരിക്കും വട്ടായോ? എന്റെ കണ്ടീഷൻസ് അനുസരിച്ച് ജീവിക്കുന്ന നാൾ വരെ ജ്യോതി ഈ വീട്ടിലുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഒന്ന് മാത്രം ഓർത്താ മതി, ജ്യോതി DKയുടെ രണ്ടാം ഭാര്യയാണ്.
പറഞ്ഞതല്ലാതെ ജ്യോതി ഇവിടുന്ന് മനഃപൂർവ്വം ഓടിക്കാൻ വേണ്ടി നിങ്ങൾ ആരും ഒരു വാക്കോ പ്രവൃത്തിയോ മേലിൽ ചെയ്യാൻ പാടില്ല. മതി, വാ മോളെ. കമോൺ മൈസൺ, ബേട്ടി വാ വാ. ഭഗവാനെ, സ്മോൾ കണ്ണ, നിന്റെ ലീലാവിലാസം തന്നെ ജീവിതം. ദേവ, ജ്യോതിക്ക് സിന്ദൂരം ചാർത്തി കൊടുക്ക്. കൊടുക്കും മോനെ. തൊട്ടു കൊടുക്കൂ ദേവ. മോനെ, ഈ ചരടുത്ത് നിന്റെ ഭാര്യയുടെ കൈ കെട്ടിക്കൊടുക്ക്. ഈ ചരടെടുത്തേ ദേവന് കെട്ടിക്കൊടുക്ക്. ഇനി രണ്ടാളും തൊഴുതു പ്രാർത്ഥിച്ചു. കണ്ണാ, മുന്നോട്ട് നിക്കി.
കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഐ ആം വെരി ഹാപ്പി. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാ ഞാനിതെല്ലാം ചെയ്തത്. അല്ലാതെ എന്റെ മേൽ അവകാശം സ്ഥാപിക്കാനുള്ള അവസരമായി ആരും ഇതിനെ കാണരുത്. മനസ്സിലായോ? ഇപ്പൊ മോക്ക് സന്തോഷമായില്ലേ? ഈ വീട്ടിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് നിന്റെ ഭർത്താവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് കാത്തു സൂക്ഷിക്കേണ്ടത് നീയാണ്. ഈ വീടിനെ ഐശ്വര്യത്തോടെ നിലനിർത്താനുള്ള ബാധ്യതയും ഇനിയും നിന്റേതാണ്. എന്റെ കണ്ണാ. കണ്ണാ, ഈ അമ്മയോട് ഞാൻ എന്ത് സമാധാനം പറയും? ഈ താലി കെട്ടി എന്റെ ഭർത്താവിനെ ജയിലിൽ അടയ്ക്കാനാണ് ഞാൻ വന്നതെന്നറിയുമ്പോ എന്ത് സംഭവിക്കും? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കൃഷ്ണ. ബേട്ടി, എവരിത്തിങ് ഹാപ്പി? ഇനി ഈ താലി ചരടി മാറ്റി നമുക്ക് മാലയിലിടണം. കം ബേട്ടി. ആവോ ബേട്ടി, ആവോ, വാ. ഇന്നു മുതലേ ഈ മുറിയിലാണ് നീ ഉറങ്ങേണ്ടത്. ഓ, എനിക്ക് സന്തോഷായി അമ്മ. അമ്മയെങ്കിലും എന്റെ സങ്കടം മനസ്സിലാക്കിയല്ലോ. എനിക്ക് ആശ്വാസായി. സമാധാനായിട്ട് ഉറങ്ങാൻ എനിക്കൊരു റൂം അമ്മ തന്നല്ലോ. മോളെ, ഇത് നിന്റെ മാത്രം മുറിയല്ല, പിന്നെ ഡിക്കയുടെ മുറിയാ. ഡീക്കയുടെ മുറിയോ? എന്റെ ഈശ്വര, അമ്മേനെ കൊലയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്നിരിക്കാ. അമ്മ പ്ലീസ് അമ്മ, ഞാൻ കിച്ചണിന്റെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടന്നോളാം. നോ തമാശ, ബി സീരിയസ്. ഇനി നിങ്ങൾ രണ്ടുപേരുടെ ലോകം ഈ മുറിയാ. ബെസ്റ്റ്. അയ്യോ വേണോ മോളെ? അയ്യോ, വാ മോളെ. സ്റ്റോപ്പ് ദേർ. അമ്മ എന്തേ കാണിക്കുന്നത്? ഇവിടെയും കൊണ്ടെന്തിനാ എന്റെ മുറിയിലേക്ക് വന്നത്? ഇവള് നിന്റെ ഭാര്യ ആയതുകൊണ്ട്. ഇനി ഇവിടെ സ്ലീപ്പ് ചെയ്യേണ്ടതേ ഈ മുറിയില. നിങ്ങൾ രണ്ടുപേർക്കും കൂടെ ഈ ഒരു മുറി മതി. അയ്യോ. 2 in 1. എന്റെ ഐഡിയ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ബോറായിട്ടുണ്ട്. ഡോണ്ട് ഡു മൈ സൺ. മദറിനെ ഇങ്ങനെ പുച്ഛിക്കരുത്. ഞാൻ ആരെയും പുച്ഛിച്ചതല്ല. പക്ഷേ അമ്മ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ട് പുറത്തു പോകണം. ബേക്കറി കയറി പോ. Get out. നോ നോ, ഷീ ഈസ് മൈ ഡോട്ടർ ഇൻ ലോ. ഡോണ്ട് ഗോ. ഇവളെ ഇവിടെ തന്നെ കിടക്കും. അയ്യോ, അമ്മ എന്തിനാ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? ഇവിടെ ഈ മുറി കിടത്താൻ പറ്റില്ല. ഞാൻ അതിന് അനുവദിക്കില്ല. ഇവളെ പിന്നെ എവിടെ കിടത്തണം? താഴെ ഗസ്റ്റ് റൂം ഉണ്ടല്ലോ, അവിടെ കിടത്തണം. അതെ, അതിനവള് ഗസ്റ്റ് അല്ല, വൈഫാ. യുവർ വൈഫ്. യു അണ്ടർസ്റ്റാൻഡ്? അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇവളെ ഈ മുറി കിടത്താൻ ഞാൻ സമ്മതിക്കില്ല. നീ താലി കെട്ടിയ ഭാര്യ നിന്റെ മുറിയിലല്ലാതെ പിന്നെ ഇടക്കിടന്നുറങ്ങും. മോനെ, നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അമ്മയ്ക്കതറിയാം. പക്ഷെ നിന്റെ മരുമകൾക്ക് മുന്നിൽ എന്റെ മരുമകൾ ചെറുതാവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഈ 4 ചുമരുകൾക്കപ്പുറം പുറത്തറിയാനും പാടില്ല. ഇന്നു മുതൽ നിങ്ങൾ അന്യരല്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ബെഡ്റൂമിനുള്ളിൽ തീരണം. മനസ്സിലായോടാ കണ്ണ? മോളെ,
ഇപ്പൊ നീ ഇവനെ പേടിച്ച് ഈ മുറിക്കകത്ത് കയറാതിരുന്നാൽ പിന്നെ ഒരിക്കലും നിനക്ക് ഈ മുറിക്കകത്ത് കയറാൻ പറ്റില്ല. നിന്നെ അവനെ സ്റ്റോർ റൂമിൽ കൊണ്ട് കിടത്തും. മോള് ധൈര്യമായിട്ടിരിക്ക്, അമ്മയല്ലേ പറയുന്നത്. വിഷ് എ ഹാപ്പി മാരേജ് ലൈഫ്. മോളാ ഫോണിങ്ങി തന്നെ. ഇതെവിടെ ഇരിക്കട്ടെ. ഇനി മോളെ അങ്ങോട്ട് നിന്നേ. ഗുഡ് നൈറ്റ്. മൈ ലിറ്റിൽ കണ്ണ, അവരുടെ ലൈഫ് നീ ഹാപ്പി ആക്കി കൊടുക്കണം. അവള് തിരിച്ചു വന്നത് നന്നായി. ജീവിതത്തിൽ ഒരിക്കലും DK അവൾക്ക് സമാധാനം കൊടുക്കില്ല. അവളുടെ കഷ്ടകാലം ഇന്ന് തുടങ്ങി. ഇനി അതിന്റെ ഘോഷയാത്രയാ. അതെ, ഇനിയാണ് കളി കാര്യാവുന്നത്. മായിച്ചി, എല്ലാം പോയി, എല്ലാം പോയി താരേച്ചി. എന്താ ചിത്രേ, എന്തിനാ വെപ്രാളപ്പെടുന്നത്? അയ്യോ, നമ്മൾ കരുതിയത് പോലെ അല്ല താരേച്ചി. അവർ തമ്മിലുള്ള വഴക്കും ബഹളവും എല്ലാം അഭിനയോ. അഭിനയോ? എന്നിട്ടാണോ പരസ്പരം വെട്ടിമരിക്കാൻ നിൽക്കുന്ന ശത്രുക്കളെ പോലെ DK അവള് നമുക്ക് മുന്നിൽ പെരുമാറിയത്? എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലായി. അവരിപ്പോ അടയും ചക്കരയും പോലെ ഒന്നായി. അസംബന്ധം പറയാതെ, അതൊരിക്കലും സംഭവിക്കില്ല. അങ്ങനെ മനപ്പായസം കൊണ്ടിരുന്നോ? അവര് രണ്ടുപേരും കൂടി എവിടേക്കോ പോവാൻ പ്ലാൻ ചെയ്യുക. പോകാനോ? എങ്ങോട്ട്? DK അവളും കൂടി എവിടേക്കെങ്കിലും പോണെങ്കിൽ ലോകാത്ഭുതം വല്ലോ സംഭവിക്കണം. അല്ലെങ്കിലേ കാക്ക മലന്ന് പറക്കണം. ആ, എന്നാ വന്ന് നോക്ക്, കാക്ക മലർന്നാണോ കമിഴ്ന്നാണോ പറക്കുന്നതെന്ന്. അവര് രണ്ടുപേരും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഹിറ്റ്ലർ, ഹിറ്റ്ലർ, ഹിറ്റ്ലർ ഒന്ന് നിന്നേ, അവിടെ നിക്കാൻ. ഹിറ്റ്ലറെ, ഞാനും വരുന്നെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എവിടേക്കാ ഓടുന്നേ? വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞല്ലേ, ഇനി എല്ലാ ഫംഗ്ഷനും ഞാൻ ഈ കൈ പിടിച്ച് കൂടെ തന്നെ ഉണ്ടാവും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ബേട്ടാ, ജ്യോതി മോള് പറഞ്ഞതാ ശരി. രണ്ടുപേരും ഒരുമിച്ച് പോണം. സരിഗമപ്പ ഇസ് ദ ബ്യൂട്ടിഫുൾ. യു ഗോ. രണ്ടുപേരും കൂടെ ഒരുമിച്ച് വേണം പോവാൻ. ഓക്കേ? അമ്മ പറഞ്ഞോട് സമ്മതിക്കുന്നു. ശരി, പോവാ. താങ്ക് യു അമ്മ. ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ.